ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ ഉണ്ടാക്കാം. ഇത് നമ്മൾ നൂണിൽ നിന്ന് ഓർഡർ ചെയ്ത അമൂലിൻ്റെ പ്യുവർ ഗീ ആണ്. ഒരു പാത്രത്തിൽ 2 സ്പൂണ് ഗീ എടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചൂടാക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിയിട്ടാണത് ചൂടാക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്തെ പൊടി അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിയിട്ടാണത് ചൂടാക്കുന്നത്. അത് ഏകദേശം അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് ഇത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലുള്ള വെർമസലയല്ല, ചെറിയ വെർമസലയാണ്. അതും ഇതേപോലെ തന്നെ നെയ്ക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് 1 ലിറ്റർ പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലും കുറച്ച് ഏലക്കയും എടുത്തിട്ടുണ്ട്. അത് പാല് തിളപ്പിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പാല് തിളപ്പിച്ച് വെർമസലിക്കകത്ത് ഒഴിക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് പാല് ചൂടാക്കി നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെർമസലിയിലേക്ക് ഒഴിക്കുക. കുറച്ച് നേരം ഇളകാതെ പെട്ടെന്നാവും. അത് ചെറിയ വെർമസലി ആയതുകൊണ്ട് അത് പെട്ടെന്നാവും. അത് ഏകദേശമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഏകദേശം ആയിട്ടുണ്ട് സേമിയ. കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട്, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇടുന്നത് ഒരു നുള്ളി ഉപ്പാണ്. റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസം. ഇതിലേക്ക് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ലഡു ചേർത്ത് നമ്മൾ ഈ കല്യാണങ്ങൾ, ഈ സദ്യയൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.